ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ജീവിതത്തിൽ തോറ്റുപോയ ഒരു കളിക്കാരനെയോ അതോ ഒരു ഗോൾ നേടാൻ കഴിയാതിരുന്ന സ്ട്രൈക്കറെയോ? അല്ലെങ്കിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ തകർത്ത ഒരാളെയോ? ഇത് ഒരു തോൽവിയുടെ ചിത്രമല്ല, ഒരു രാജ്യത്തിൻ്റെയും തൻ്റെ ആരാധകരുടെയും മുഴുവൻ പ്രതീക്ഷകളും തോളിലേറ്റി നടക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ഒരു പറ്റം യുവാക്കളുടെ ഹൃദയത്തിൽ ഫുട്ബോൾ എന്ന വികാരം കയറ്റിവിട്ട കളിക്കാരനാണ്. ഫുട്ബോൾ ലോകമേ, എന്തിന് നിങ്ങൾ അയാളെ ഒറ്റപ്പെടുത്തുന്നു? തുടങ്ങാം ഫുട്ബോൾ സുൽത്താൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അത്യന്തം ആവേശത്തോടുകൂടി കടന്നു പോകുമ്പോൾ മെസ്സി ഹാട്രിക് നേടുകയും എംബാപ്പെ ഇരട്ട ഗോൾ നേടുകയും ഹാലൻഡ് വീണ്ടും ഗോൾമഴ പെയ്യിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തപ്പോൾ ഇന്നലത്തെ പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ മാച്ചിന് ശേഷവും ലോകം ചോദിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രം: അതിൽ നിങ്ങളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പരിഹാസങ്ങൾ പല രീതിയിൽ റൊണാൾഡോയ്ക്ക് ചുറ്റും അലയടിക്കുമ്പോൾ അവർ ഒരു കാര്യം ഓർക്കണമായിരുന്നു. ഗോൾ നേടാൻ ഒരു മനുഷ്യൻ മാത്രം മതി എന്നായിരുന്നുവെങ്കിൽ കാൽപന്ത് കളി ഒരിക്കലും ഒരു ടീം ഗെയിമായി മാറുകയില്ലായിരുന്നു. മത്സരം കഴിഞ്ഞപ്പോൾ പോർച്ചുഗൽ ഫാൻ അല്ലാതിരുന്നിട്ടും എൻ്റെ 8 വയസ്സുകാരൻ മകൻ എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി: അവർ എന്താണ് റൊണാൾഡോയ്ക്ക് മാത്രം പാസ് ചെയ്യാതിരുന്നത്? ആ 8 വയസ്സുകാരൻ മകൻ എന്നോട് ചോദിച്ച ആ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവരും തിരിച്ചറിയേണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്ന ചർച്ച മാറ്റി നിർത്തി ചിന്തിച്ചാൽ അർജന്റീന ടീമിൽ നിന്നും പോർച്ചുഗൽ ടീമിനെ മനസ്സിലാക്കാൻ ഒരു വലിയ പാഠം തന്നെയുണ്ട്. അർജന്റീന ടീമിലെ എല്ലാ കളിക്കാരും മെസ്സിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ റെഡിയാണ്. അവൻ അവിടെ ഏത് പൊസിഷനിലാണെങ്കിലും മെസ്സിയിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബോൾ എത്തിക്കാൻ അവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അവനെക്കൊണ്ട് ആവുമെന്ന് ആ ടീം വിശ്വസിക്കുന്നു. എന്നാൽ പോർച്ചുഗലിന് ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റിഞ്ഞ, നെവേഴ്സിനെ പോലെയുള്ള ലോകോത്തര താരങ്ങളുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ സൈഡ് പാസുകളും ബാക്ക് പാസുകളും സ്ലോ മൂവ്മെൻറ്റുകളും സെൽഫിഷ് ആയിട്ടുള്ള നീക്കങ്ങളും കൊണ്ട് ആരാധകരെ നിരാശരാക്കിയ അവർ ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് ബോൾ എത്തിക്കാൻ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നത് വളരെ വിചിത്രം തന്നെയായിരുന്നു. ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്നത് ഒത്തൊരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി കളിക്കുക എന്നതാണ്. എന്നാൽ ഇന്നലത്തെ പോർച്ചുഗൽ ടീമിലെ ആ ടീം സ്പിരിറ്റ് കാണാൻ നമ്മൾക്കാർക്കും സാധിച്ചില്ല. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ 21 അസിസ്റ്റുകളോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കംബാക്കിന് ചുക്കാൻ പിടിച്ച സ്റ്റാർ മിഡ്ഫീൽഡറായ ബ്രൂണോ ഫെർണാണ്ടസും മറ്റു മിഡ്ഫീൽഡേഴ്സും ഇന്നലെ കളിയിലുടനീളം റൊണാൾഡോയെ കേന്ദ്രീകരിച്ച് സൃഷ്ടിച്ചത് 0 ക്ലിയർ ചാൻസുകൾ എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ടീമായിട്ട് കളിക്കാൻ പോർച്ചുഗൽ ടീമിന് ആയില്ലെങ്കിൽ എങ്ങനെ ഈ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ മുന്നോട്ടു പോകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫേമസ് ഫുട്ബോളറായ ദിദിയർ ദ്രോഗ്ബ പറഞ്ഞത് നിങ്ങൾ കേട്ടുനോക്കൂ: എന്തുകൊണ്ടാണ് എതിരാളികൾ ഇന്നും റൊണാൾഡോയെ പിന്തുടരുന്നത് എന്ന് അറിയാമോ? കാരണം അവർക്ക് ഇപ്പോഴും അവനെ പേടിയുണ്ട്. ഫുട്ബോളിൽ ഒരു വിചിത്ര നിയമമുണ്ട്: ടീം ജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കും, ടീം തോറ്റാൽ പക്ഷേ കുറ്റം ക്യാപ്റ്റനും. അതുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയും ശക്തമായത്. ആയിരക്കണക്കിന് ക്യാമറകൾ, ലക്ഷക്കണക്കിന് വിമർശനങ്ങൾ, കോടിക്കണക്കിന് പ്രതീക്ഷകൾ. അതിൻ്റെ നടുവിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത് ഒരു കളിക്കാരനല്ല, അത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ്, അതൊരു ഭാരം തന്നെയാണ്. അത് ഈ ഒരു ഇതിഹാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിമർശകർ 5 വർഷമായും ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്: റൊണാൾഡോയുടെ സമയം കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഓർക്കണം, ലോകം ഇന്നും അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എതിരാളികൾ ഇന്നും അവനെതിരായിട്ടാണ് ടീം പ്ലേ തന്നെ സെറ്റ് ചെയ്യുന്നതും. അതുകൂടാതെ ഈ സ്റ്റേഡിയത്തിൽ അലയടിക്കുന്നതും ഇന്നും ഈ 41 വയസ്സുകാരൻ്റെ പേര് മാത്രമാണ്. ചില കളിക്കാർ ഗോൾ അടിക്കും, ചില കളിക്കാർ മത്സരങ്ങൾ ജയിപ്പിക്കും.
ചില കളിക്കാർ ട്രോഫികൾ ഉയർത്തും. പക്ഷേ ചിലർ എന്ത് സംഭവിച്ചാലും ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ സ്വന്തം ചുമലിലേറ്റി തലകുനിക്കാതെ മുന്നോട്ട് നടക്കും. യഥാർത്ഥ ഇതിഹാസങ്ങൾ വീഴാത്തവരല്ല, വീണിട്ടും വീണ്ടും ആ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നവരാണ്. He is Cristiano Ronaldo. So we wait for the next match, next battle, and one more time,